ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ ചിലപ്പോൾ ഈ decimal.l എന്ന് പറഞ്ഞ decim.l എന്ന് പറഞ്ഞൊരു ആപ്പിനെ കുറിച്ച് നിങ്ങൾ കണ്ടായിരിക്കും. ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ സ്മോൾ എമൗണ്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു ആപ്പാണ്. ഭയങ്കര ഫേമസ് ആയിട്ട് കുറേ പേര് ഇതിൻ്റെ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ. ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. പ്രൊമോഷനൊന്നുമല്ല, നമ്മൾ ഞാൻ ആക്ച്വലി ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് നിങ്ങളോട് കണ്ടായിരിക്കും. നേവി അഗ്രസീവ് ഫണ്ട് ഹൈപ്പർ ഫണ്ടിലാണ് ഈ സാധനം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഞാൻ കുറച്ച് കാലം ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കാലം നമ്മളതിൽ നിന്ന് എന്താ പറയുക വിഡ്രോവലും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആക്ച്വലി ഇവരുടെ ഈ കമ്പനി ഓൾമോസ്റ്റ് ഷട്ട് ഡൗൺ ആവാറായിട്ടുണ്ടെന്നുണ്ട്. വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഇത് വിഡ്രോവൽ റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ മ്യൂച്വൽ ഫണ്ട് ഹൗസിലേക്ക് പോകുന്നില്ല റിക്വസ്റ്റ്. അതുകൊണ്ടാണ് നമുക്കിത് കിട്ടാത്തത്. ഇത് മ്യൂച്വൽ ഫണ്ടിലായതുകൊണ്ട് തന്നെ നമുക്ക് വലിയ എന്താ പറയുക പ്രശ്നങ്ങളൊന്നുമില്ല. കുറേ പേര് ഇപ്പോൾ ഇതിനെക്കുറിച്ച് എന്താ പറയുക വീഡിയോ കിട്ടുന്നുണ്ടോ, ബിഗ് പ്രൊമോട്ടഡ് ദിസാറിന്. പക്ഷേ ഇത് ആക്ച്വലി എന്താ പറയുക ഇൻവെസ്റ്റ്മെൻറ്റ് മ്യൂച്വൽ ഫണ്ടിലായതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇവരുടെ ആപ്പിൽ നിന്നല്ലാണ്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് MF സെൻട്രൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇത് ഗവൺമെൻറ്റിൻ്റെ ആപ്പാണ്, ആപ്പല്ല വെബ്സൈറ്റാണ്. നമ്മുടെ എല്ലാ മ്യൂച്വൽ ഫണ്ട്സ് ആണ് ഇതിൽ നമുക്ക് നമ്മുടെ ക്യാമ്പ്സിലും കീമെടെക്കിലും വെച്ച എല്ലാ സംഭവങ്ങളും നമുക്ക് നമ്മുടെ പാൻ കാർഡ് വെച്ചിട്ട് നമുക്ക് ഇതിൽ ട്രാക്ക് ചെയ്യാൻ പറ്റും. വിഡ്രോവൽ റിക്വസ്റ്റ് എടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സാധനത്തിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ decimal ആപ്പിൽ കൂടെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ MF സെൻറ്ററിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇത് കൂടെ വിഡ്രോവൽ അടിക്കാട്ടോ. അപ്പോൾ ആരും MF സെൻറ്ററിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് തോന്നുന്നു decimal ആപ്പ് ഓൾമോസ്റ്റ് ചത്തുന്നുണ്ട്. അത് ഓൾറെഡി അതിൻ്റെ പരിപ്പാക്കിയിട്ടുണ്ട്. അതിന് ഇപ്പോൾ അതിൻ്റെ എന്താ പറയുക ഫൗണ്ടർ പോലും ഒന്നും ആക്റ്റീവും കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ ഇനി ആരും decimal ആപ്പിൽ കൂടെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട കേട്ടോ. ചെയ്തവർ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് MF സെൻറ്ററിൽ പോയിട്ട് വിഡ്രോ ചെയ്യാൻ പറ്റുന്നു കേട്ടോ.